ഇതാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് യാക്രയിൽ മോഷണം നടന്നിട്ടുള്ള രമേശ് എന്ന് പറയുന്ന കടുത്തുരുത്തി സ്വദേശിയുടെ ചിക്കൻ മാജിക് എന്ന് പറയുന്ന ഹോട്ടൽ. ഈ ഹോട്ടലിനകത്തേക്ക് രണ്ടുപേർ കടന്നു വരുന്നു. അങ്ങനെ ഇവിടെ ഒരു ഷട്ടർ ഉണ്ടായിരുന്നു. ഈ ഷട്ടറിൻ്റെ ഈ വിടവിലൂടെ ഈ മോഷ്ടാവ് അകത്തേക്ക് കയറുകയായിരുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇയാൾ ഒരു സിഗരറ്റ് ലൈറ്റർ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. ആ ലൈറ്റർ ഉപയോഗിച്ചാണ് പിന്നീട് ഈ കടയ്ക്കകത്തേക്ക് കയറി ഈ കാണുന്ന വഴിക്കകത്തൂടെ നടന്നുപോയി പണം സൂക്ഷിച്ചിരുന്ന ക്യാഷ് കൗണ്ടറിലേക്ക് എത്തി ഈ പണം മോഷ്ടിച്ചത്. ഏകദേശം 10,000 രൂപയാണ് ഈ മോഷ്ടാവ് മോഷ്ടിച്ചത്. 2 പേരാണ് എത്തിയത്. ഇതിൽ ഒരാൾ മാത്രമാണ് ഹോട്ടലിനകത്തേക്ക് കയറി മോഷണം നടത്തിയത്. മറ്റൊരാൾ തൊട്ടപ്പുറത്ത്, ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എണീക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഞാൻ നിൽക്കുന്ന ഈ മേഖലയിലൂടെ, ഈ വിടവിലൂടെ കടന്നു പോകുന്നു. ആരും തന്നെ ഉണ്ടാവില്ല എന്ന ധൈര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാഷ് കൗണ്ടറിലേക്ക് എത്തി പണം എടുത്തത്. പക്ഷേ തൊട്ട് മുകളിൽ എല്ലാം കണ്ടുകൊണ്ട് ഒരു CCTV ഉണ്ടായിരുന്നു. ആ CCTVയിൽ കൃത്യമായി തന്നെ ഈ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കടയുടമ രമേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രമേശ് നൽകിയ പരാതിയിൽ ഇപ്പോൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പാണല്ലേ ഈ മോഷണം നടന്നത്? മിനിഞ്ഞാന്ന് രാത്രി. എത്ര രൂപ ശരിക്കും? ഞാൻ കൃത്യമായിട്ട് എണ്ണിയിട്ടില്ല, എങ്കിലും ഒരു 10,000-ൻ്റെ അകത്ത്. CCTVന്ന് കൃത്യമായിട്ട് ആ മോഷ്ടാക്കളുടെ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ കണ്ട് പരിചയമുള്ള ആളുകൾ? ഇല്ല, കണ്ടിട്ടില്ല. ഇന്നേവരെ കണ്ടിട്ടില്ല. കാരണം ഒരുപാട് പേര് പരിചയമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയും. ഇത് പരിചയമില്ല. ഈ മോഷണം നടക്കുന്ന സമയത്ത് ഇവിടെ ജീവനക്കാരും ഒരാൾ, എൻ്റെ സ്റ്റാഫ് ഒരാൾ കിടക്കുന്നുണ്ട്. ആൾ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ക്ഷീണത്തിൽ ആൾ അടുത്ത റൂമിൽ ഗ്ലാസ് ഇട്ടിട്ട് കിടക്കുന്നുണ്ട്. ഡോർ അടച്ചിട്ട് കിടന്നതാണ്. അതുകൊണ്ട് ശബ്ദമോ ഒന്നും വന്നിട്ടില്ല. അയാൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് അയാൾ മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അറിഞ്ഞിട്ടില്ല. അയാളും കാലത്താണ് അറിയുന്നത്. നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ പണം പോയെന്ന് മനസ്സിലായി. രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് ക്യാഷ് കൗണ്ടറിൽ ഷട്ടർ തുറക്കുക. ഷട്ടർ തുറന്ന് അവിടെ നോക്കുമ്പോഴാണ് എല്ലാം തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വെച്ച പണമാണോ ഈ പോയത്? അല്ല. ഞാൻ ഒരാളുടെ സാലറി ഞാൻ മാറ്റി വയ്ക്കും. ആ സാലറി പൈസയാണ് പോയത്. എന്ന് വെച്ചാൽ അത് നമ്മൾ ക്യാഷിൻ്റെ അടിയിൽ ഒരു പേപ്പർ വെച്ച് അതിൻ്റെ അടിയിൽ വെക്കാറുണ്ട്. അതാണ് വെച്ചത്. ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തു? പോലീസിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള രേഖകളൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. 2 ആളുകൾ തിങ്കളാഴ്ച രാത്രിയോടുകൂടി ഈ ചിക്കൻ മാജിക് എന്ന് പറയുന്ന കടയിലേക്ക് എത്തുന്നു. ഒരാൾ അകത്തേക്ക് കയറുന്നു, മറ്റൊരാൾ പുറത്ത് വിശ്രമിക്കുന്നു. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ എടുത്ത് 10,000 രൂപയും മോഷ്ടിച്ചാണ് ഈ 2 ആളുകളും ഈ കടയിൽ നിന്നും മടങ്ങിപ്പോയിട്ടുള്ളത്. നിലവിൽ ഹോട്ടൽ ഉടമയായിട്ടുള്ള രമേശ് നൽകിയ പരാതിയിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ 2 ആളുകളെയും രമേശിന് കണ്ടു പരിചയമില്ല. ഏതായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കലിംഗ്, റിപ്പോർട്ടർ പാലക്കാട്.